എല്ലാവർക്കും ന്യൂസ് പി ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഏതാണ്ട് ഓണമൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലിരിക്കാൻ തോന്നുന്നല്ലേ? എങ്കിൽ പിന്നെ നമുക്കൊരു ഗെയിം ആയാലോ? നമ്മുടെ ഗെയിമിൻ്റെ പേരാണ് കുപ്പി ഗ്ലാസും കോലുമുട്ടായി. അപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങാം. ശരി, അപ്പോൾ ഞങ്ങൾ ന്യൂസ് പി ചാനലിൽ നിന്ന് ചെറിയൊരു ഗെയിമുമായിട്ട് വന്നേക്കുക. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, പേടിക്കണ്ട, എളുപ്പമുള്ളൂ. എല്ലാവരും മൂവിയൊക്കെ കാണുന്നതല്ലേ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പം ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. അപ്പോൾ ചോദിക്കട്ടെ. അപ്പം ഗെയിം ഇതാണ്. ഒരു പാട്ടിൻ്റെ വീഡിയോ കാണിക്കും. ആ വീഡിയോ ഏത് പാട്ടാന്ന് പറയണം. അതാണ് ഗെയിം. കാണിക്കാവേ. ആൻസർ നിറത്തിൽ ഏത് പാട്ടായിരിക്കും? സിനിമ നിറമാണ്. സിനിമ കറക്റ്റ് ആണ് പറഞ്ഞത്. കറക്റ്റാണ്. ഒരു ചിക് 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 ഇറങ്ങില്ല. അപ്പം കറക്റ്റ് പേര് പറഞ്ഞില്ലല്ലോ. പേര് മഞ്ജു. മഞ്ജു ഹസ്ബൻഡിന്റെ പേര് ജസ്റ്റിൻ. അപ്പം നമുക്ക് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് മഞ്ജുവും ഹസ്ബൻഡ് ജസ്റ്റിനുമാണ്. അപ്പം നമുക്ക് സമ്മാനം വേണ്ടേ? ഓക്കെ, ഉണ്ട് സമ്മാനമുണ്ട്. പേരെന്തായിരുന്നു? സ്നേഹ, നമിത, മഹിജ. അപ്പം ഞങ്ങൾ ഓണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ എല്ലാവരും? ഓണമൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി. അതുകൊണ്ട് ഇനി ജോലിക്ക് പോയിട്ട് വരുവാണ്. അപ്പം ഞങ്ങൾ ചെറിയൊരു ഗെയിമിങ്ങുമായിട്ട് വന്നിരിക്കുക. അപ്പം ന്യൂസ് പി ചാനലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഞങ്ങളൊരു പാട്ട് കാണി. നിങ്ങൾ സിനിമ കാണൂല്ലേ? സിനിമയൊക്കെ ആണ് ഇഷ്ടം പോലെ. ലേറ്റസ്റ്റ് സിനിമ കണ്ടത് ഏതാ? അല്ല, അത് വളരെ കുഴപ്പമില്ല, സിനിമയൊക്കെ പതുക്കെ കാണാം. അപ്പം ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾ കാണിക്കുന്ന ഒരു പാട്ടൊക്കെ കാണുമല്ലോ, സിനിമയിൽ പാട്ടൊക്കെ കാണലുള്ളതല്ലേ? അല്ലെങ്കിൽ സിനിമ ഇങ്ങനെ അടിച്ചു വിട്ട് പാട്ട് അടിച്ചു വിട്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലല്ലേ? അപ്പോൾ പാട്ടൊക്കെ അത്യാവശ്യം കാണുന്നവരെ. പക്ഷെ ഞങ്ങൾ കുറച്ചൊരു ഏത് റേഞ്ചിലുള്ള പാട്ടുകളാണ്, ഏത് കാലത്തെ പാട്ടുകളാണ് കൂടുതൽ താല്പര്യം? 90s പാട്ടുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ പാട്ടുകൾ, ലേറ്റസ്റ്റ് പാട്ടുകളോടൊന്നും വലിയ താല്പര്യമില്ല അല്ലേ? അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ 90s പാട്ട് കാണിക്കാം. അപ്പോൾ അത് ഏത് പാട്ടാണെന്ന് വീഡിയോ കാണിക്കും. പക്ഷേ പാട്ട് ഏതാണെന്ന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. ല്ല, കറക്റ്റാണ്. വേൽമുരുക ഹരോഹര. ഞങ്ങളുടെ സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ആകർഷകമായ ഒരു സമ്മാനമുണ്ട്. സമ്മാനം നൽകുന്നതിനായി ലക്ഷ്മണനെ ക്ഷണിക്കുന്നു. അപ്പം ഞങ്ങൾ ചെറിയൊരു ഓണമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി ചെറിയൊരു ഗെയിമിങ് പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. സമ്മാനമൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതിന് ഉത്തരം നിങ്ങൾ പറയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്, ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ ചോദിക്കട്ടെ. മൂവിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. മൂവിയൊക്കെ കാണാറുണ്ടോ? ഇല്ലേ? ലേറ്റസ്റ്റ് കണ്ട സിനിമ? കുറേ സിനിമ ഒരുമിച്ച് കാണുന്നവരായിരിക്കും അല്ലേ? ടെലിഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കാവേ. നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാണോ ആൻസർ പറയുന്നത്? ഞാനൊരു പാട്ട് കാണിക്കാം. അതിൻ്റെ വീഡിയോയേ ഉള്ളൂ, സൗണ്ട് ഇല്ല. അപ്പോൾ ഏത് പാട്ടാണ് അതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. ഓക്കെ ആണോ? ഓക്കെ. ആലോചിക്ക്, തല പുകഞ്ഞ് ആലോചിക്ക്. അതന്നെ, യെസ്, കറക്റ്റ്. അപ്പം പേരെന്നായിരുന്നു? പേര് ചോദിച്ചില്ല. അഞ്ജലിയാണ് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വീഡിയോ കാണിച്ച് അതിൻ്റെ പാട്ട് ഏതാണെന്ന്. പാട്ട് കറക്റ്റായിട്ട് അഞ്ജലി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പൂവേ പൂവേ പാലപ്പൂവേ ചോദ്യമായിരുന്നു. അപ്പോൾ അഞ്ജലിക്കുള്ള സമ്മാനം ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. എന്നിട്ട് ചെറിയൊരു ഗെയിമിങ്ങും പരിപാടിയായിട്ട് ഇങ്ങനെ നാട്ടിലിറങ്ങിക്കുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഉത്തരം പറഞ്ഞാൽ ചേട്ടന് ആകർഷകമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സിനിമ കാണാറുണ്ടോ ചേട്ടൻ? ഏത് പുതിയ സിനിമയാണോ പഴയ സിനിമയാണോ ഇഷ്ടം? ഏതൊക്കെയാ? പുതിയതങ്ങനെ കാണൽ കുറവായിരിക്കും.
ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ചേട്ടന് ഉത്തരം പറയാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം പാട്ട് കാണാൻ ഇഷ്ടമാണോ? വീഡിയോ ഒക്കെ സിനിമയിൽ ചേട്ടൻ വീഡിയോ ഒക്കെ സിനിമ പാട്ടൊക്കെ കാണാറുള്ളതാണോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പഴയ ഒരു സിനിമയിലെ ഒരു വീഡിയോ കാണിക്കും, പക്ഷെ പാട്ട് ഏതാണെന്ന് ചേട്ടൻ പറയണം. അപ്പം അങ്ങനെയാണെങ്കിൽ അത് വീഡിയോ കാണിക്കാം. മനസ്സിലാവുന്നില്ല. ക്ലൂ വേണോ? കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഈ സിനിമ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? സിനിമയുടെ പേര് പറഞ്ഞാലോ? കിട്ടുന്നില്ല. അല്ല, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വേറെ ചോദ്യം ചോദിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു 3 ചിത്രം കാണിക്കാം. അപ്പോൾ ഈ ചിത്രം 3 കൂടെ കൂട്ടിയാൽ ഒരു സിനിമയുടെ പേര് കിട്ടും. ആ സിനിമ ഏതാന്ന് പറയണം. ആ, വെരി ഗുഡ്. അപ്പോൾ ചേട്ടൻ സമ്മാനം മേടിച്ചിരിക്കുകയാണ്. അപ്പം ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞ പോപ്പ് ചേട്ടന് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ആകർഷകമായ ഒരു സമ്മാനമുണ്ട്. അപ്പം ആകർഷകമായ സമ്മാനമുണ്ട്. അപ്പം പേരെന്തായിരുന്നു ചേട്ടൻ്റെ? പേരെന്തായിരുന്നു? അനീഷ്. അപ്പം അനീഷ് ചേട്ടൻ നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോൻ്റെ പേരെന്നാ? നിവിൽ. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? അടിച്ചു പൊളിച്ചോ? അടിച്ചു പൊളിച്ചു അല്ലേ? നെവിൽ അല്ലേ? വീട് എവിടെയാ? വീട് ചെറുപുഴ തന്നെ അല്ലേ? അപ്പം ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞ അനീഷ് ചേട്ടനും അനീഷ് ചേട്ടൻ്റെ മോളെ നെവിലിനും നമ്മുടെ സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് സ്പോൺസർ ചെയ്യുന്ന ഒരു ആകർഷകമായ ഒരു ഗ്ലാസ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു. ചെറിയൊരു ഗെയിമിങ്ങുമായിട്ട് ഓണമൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗെയിമുമായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞാൽ ആകർഷകമായ സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് നൽകുന്ന ആകർഷകമായ ഒരു സമ്മാനം ലഭിക്കുന്നതായിരിക്കും. അതെ. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാറില്ലേ? അപ്പം 2 പേർക്ക് ഉത്തരം പറയാം കേട്ടോ. അപ്പം സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. പാട്ട് ഇഷ്ടമാണോ? അപ്പം സിനിമയിലെ പാട്ടൊക്കെ ഓർത്ത് വയ്ക്കാറുണ്ടോ? അത്യാവശ്യം ഓർത്ത് വയ്ക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരു പാട്ടിൻ്റെ വീഡിയോ കാണിക്കാം. അപ്പോൾ ആ വീഡിയോയിൽ സൗണ്ടില്ല. ഏത് പാട്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയണം. പുതിയത് വേണോ പഴയത് വേണോ മീഡിയം വേണോ? പുതിയത് മതി അല്ലേ? എന്നാണ് കുറച്ച് വൈറലായിട്ടൊക്കെ ഉള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? സമ്മാനം മേടിച്ച് അടങ്ങോളം തോന്നുന്നു. ഓക്കെ, എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇച്ചിരി പുതിയതായിട്ടുള്ളൊരു പാട്ട് കാണിക്കാവേ. ആതിരൻ സിനിമ കറക്റ്റാണ്. ഈ പാട്ട് ഏതാണെന്നാണ് ചോദ്യം. ഞാൻ പറയാം. അതെങ്ങനെയാ ഈ സമയത്ത് ഓർക്ക് സിനിമ അതെ. ആള് മഴയത്ത് ഇറങ്ങി പോണ. അയ്യോ അമ്മ, ഓർമ്മ കിട്ടണില്ല അമ്മ. ക്ലൂ വേണോ? അതിനകത്തൊരു ക്ലൂ എന്ന് പറയുമ്പോൾ അതായില്ല, അത്ര പറഞ്ഞതില്ല ഞാൻ. അങ്ങനെ തുടങ്ങുന്ന എങ്ങനെയാ? തുടങ്ങുന്ന കറക്റ്റാ, ദൂരെ തൊട്ടാ തുടങ്ങുന്ന. പക്ഷെ അതിന് നല്ല വൈറലായിട്ടൊരു സംഭവം അതിന്റെ ഇടയ്ക്കത്തെ പോഷാണ്. അയ്യോ, പാടിയ പുള്ളിക്കാരനെ വരെ എനിക്കറിയാം. പാട്ട് ഞാൻ പറയാം. കറക്റ്റാണ്. പാട്ട് പാടുമോ? ദൂരെ ഒരു മഴവിൽ വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം. അപ്പം നല്ലൊരു പാട്ടുകാരിയെന്നും കൂടെ ആണെന്ന് തെളിയിച്ചിട്ടാണ്. പേരെന്നായിരുന്നു? അനിത. അപ്പോൾ അനിതയ്ക്ക് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞതിനും ഈ നന്നായിട്ട് പാട്ട് പാടിയതിനും സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജിൻ്റെ ആകർഷകമായ ഒരു ഗ്ലാസ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്.
ഒരു കോൽമുട്ടായി ഒരു കോൽമുട്ടായി. താങ്ക് യു. അപ്പോൾ ശരി, താങ്ക് യു. കഴിഞ്ഞിട്ട് ചെറിയൊരു ഗെയിമിങ്ങുമായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം ഗെയിമിങ് ചേട്ടൻ സിനിമയൊക്കെ കാണാറുള്ളതല്ലേ? അപ്പം ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ ചേട്ടന് ആകർഷകമായൊരു സമ്മാനമുണ്ട്. അപ്പം ഞങ്ങളൊരു ഫോട്ടോ കാണിക്കും, അത് ഏത് സിനിമയാണെന്ന് പറയണം. അല്ലല്ല, പുതിയതാ, അത്ര പുതിയതല്ല. മിന്നൽ മുരളി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് മിന്നൽ മുരളി. അപ്പോൾ ചേട്ടന് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജിൽ നൽകുന്ന ഒരു ആകർഷകമായ ഒരു ഗ്ലാസ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു ചേട്ടൻ. ന്യൂസ് പി ചാനലിൽ നിന്ന് വരുവാണേ. അപ്പോൾ ഞങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഗെയിമിങ്ങും പരിപാടിയായിട്ട് നാട്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഫോട്ടോ കാണിക്കും. അപ്പോൾ അത് ഒരു സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട 3 പിക്ചേഴ്സാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു സിനിമ, ചേട്ടൻ കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. അപ്പോൾ ആ സിനിമ ഏതാന്ന് ഒന്ന് പറയണം. ഏത് സിനിമയായിരിക്കും? സ്വർണ്ണമുട്ടയിടുന്ന താറാവ്. പൊന്മുട്ടയിടുന്ന താറാവുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഉത്തരം, സുരേഷ് ചേട്ടൻ്റെ ഉത്തരം കറക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ സുരേഷ് ചേട്ടന് സെൻറ് മേരീസ് നഴ്സിംഗ് കോളേജിൽ നൽകുന്ന ഒരു ചെറിയ സമ്മാനമുണ്ട്. താങ്ക് യു. ഓക്കെ.